ബിഗ് ബോസിനകത്ത് നമ്മുടെ ജീവിതകഥ പറയുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ, നമ്മുടെ ഒരിടത്തൊരിടത്ത്. അതിനകത്ത് ഇന്ന് പങ്കെടുത്തത് നമ്മുടെ അനുമോളും നൂറയുമാണ്. അനുമോളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു, അച്ഛനെ കുറിച്ച് പറഞ്ഞു, മറ്റു ഫാമിലിയൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തം മറ്റൊന്നായിരുന്നു നമ്മുടെ നൂറയിൽ നിന്ന് കേൾക്കേണ്ടി വന്നത്. ആ കുട്ടി 2 തവണ ചൈൽഡ് അബ്യൂസിന് പെട്ടിട്ടുണ്ടെന്ന്, ആ കുട്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന്. അത് വെളിയിലായിരുന്നു. അപ്പോൾ വാപ്പയും ഉമ്മയും ഫാമിലിയായിട്ട് ഒരു വെളിയിലായിരുന്നു. പക്ഷെ ആരോ ഒരാൾ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അതിനോട് ഏതോ ഒരു ഷോപ്പ് തിരക്കി വന്ന് ചോദിച്ചു വന്ന് ഷോപ്പ് കാണിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഈ കുട്ടിയെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി അബ്യൂസ് ചെയ്തു എന്നത് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലുണ്ട്. കാരണം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഒരുപക്ഷെ അതിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യം വന്നതാവാം അതിനെക്കൊണ്ട് ഇങ്ങനൊരു ലെസ്ബിയൻ രീതിയിലോട്ട് പോകാൻ അതിന് കാരണം അതായിരിക്കും. അതിൻ്റെ ഉള്ളിലൊരു മുറിവായിട്ട് ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായിരിക്കും കേട്ടോ. അതായിരിക്കും ആ ലെസ്ബിയൻ എന്ന രീതിയിലോട്ട് അത് പോയതാണ്. പക്ഷേ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നത്. പിന്നെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനൊരു ലെസ്ബിയൻ രീതിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ എതിർപ്പൊക്കെ അവർ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടെന്നാണ് ആ കുട്ടി പറയുന്നത്. ഒരിക്കലും ബാപ്പയും ഉമ്മയെ കുറിച്ച് തള്ളി പറയുന്നുമില്ല. അവർ സപ്പോർട്ട് രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കുട്ടി ഇപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്നത്.